ആരോ സിനിമ കഴിഞ്ഞിട്ട് 15 മിനിറ്റ് ഇറങ്ങി പോ. അല്ല അവളെന്തേ? തവളയല്ലെന്ന് എന്നോട് പെണ്ണില്ലായിരുന്നോ? അവളെന്തെന്ന് ഇങ്ങനെ ഇരിക്കുന്നു വെച്ചാ? അത് സിനിമ കഴിഞ്ഞപ്പോ ഒരു കളവനോട് ഇറങ്ങി പോകുന്നുണ്ട്. എങ്ങോട്ട് പോയി? ഇതൊക്കെ ആരോട് പറയാനാണ്? ആള് എന്തോ സിനിമ ടിക്കറ്റ് ഒക്കെ ഉണ്ട്. ടിക്കറ്റ് കൊണ്ടുപോവാ. എനിക്കിത് കീറണം. മുതലാളി എന്നെ ഇവിടെ നിർത്തിയേക്കുന്നതാണ്. ഇത് രണ്ടായിട്ട് കീറിട്ട് പാതി മുതലാളിയെ കാണിക്കാൻ വേണ്ടിയാണ്. പോട്ടെ കയറി. ഏതാ സീറ്റ്? വരുന്നു. പോ. ഏതാ സീറ്റ്? ടിക്കറ്റ് തരാന്. ആ മുതലാളിയെ കാണിക്കാനുള്ള. കേറ്. അതോട്ട് പോട്ടെ. എവിടെ തള്ളിക്കൊണ്ട് പോ? ഒരു കിഴങ്ങ് പിടിക്കും പോലെ ഒരുത്തന്നെ ഇവിടെ ഇരിക്കുന്ന കണ്ടോ? പുഴുങ്ങിയതാണോ ചുട്ടതാണോ അറിയാൻ കിഴങ്ങനാണെന്ന് മനസ്സിലായി. ആഹാ, എന്റെ അടുത്ത് തർക്കത്തിലോ? ടിക്കറ്റ് കാണിക്കണോ? ഓൺലൈൻ ബുക്ക് ചെയ്തേക്കോ, മൊബൈലിലുണ്ട്. ഓൺലൈനാണല്ലേ? പക്ഷെ പാതി ഞാൻ എടുക്കും. എനിക്ക് മുതലാളിയെ കാണിക്കാൻ പാതി കൊടുത്തേ പറ്റത്തുള്ളൂ. എനിക്ക് കവറെങ്കിലും തരണം. ഇന്റർവ്യൂ കഴിയുമ്പോൾ ഞാൻ തരാം. ഇത് കാണിക്കാവുള്ളൂ, എന്നാലേ എനിക്ക് ശമ്പളം കിട്ടത്തുള്ളൂ. എന്തുവാണ് കാര്യം? എടോ, എന്റെ അളിയന്റെ സിനിമ എവിടെ ഓടുന്നത്? തന്റെ അളിയൻ ആര്? മനസ്സിലായില്ലേ? ഇതോ ആ നിൽക്കുന്ന സൂപ്പർ സ്റ്റാർ എന്റെ അളിയനാണെന്ന്. നിങ്ങളുടെ അളിയൻ ശിവപ്രസാദൊന്നും എനിക്കറിയത്തില്ല. ശിവപ്രസാദല്ല, എന്റെ അണ്ണ സൂപ്പർ സ്റ്റാർ എന്ന് പറയാം. നിങ്ങളുടെ അളിയൻ സൂപ്പർ സ്റ്റാറാ? ഇവിടെ മമ്മൂട്ടിയും മോഹൻലാലും ഇതിനകത്ത് വന്ന കുന്തളിച്ചിട്ട് ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. പിന്നാണ് നിങ്ങളുടെ അളിയൻ. അതുകൊണ്ടാണ് തോന്നുന്നു ഇവിടുന്ന് എല്ലാവരും മാറി നേരെ ചെന്നൈയിലോട്ട് താമസം മാറി. എന്നാ പരിപാടിയാ? ചിരിക്കാൻ പറയട്ടെ. ഈ സ്ത്രീ ഏതാണ്? ഞാൻ വെളിയിൽ നിന്ന് ഐസ്ക്രീം മേടിച്ചപ്പോഴത്തേക്കും കൂടെ ഫ്രീ കിട്ടിയതാ. ഏത് കടന്ന്? ഇതെന്റെ ഭാര്യയാണ്. അത് സിനിമ തുടങ്ങാൻ നേരത്തെ എല്ലാവരും പറഞ്ഞ് ഭാര്യ എന്നൊക്കെ പറഞ്ഞാ വരുന്നത്. സിനിമ കഴിഞ്ഞ് പോകുമ്പം രണ്ടുപേരും രണ്ട് വഴിക്ക് പോകരുത്. നീ അവിടെ പോയി കിട്ടി ചുമ്മാ ആവശ്യമില്ലാതെ പറയാൻ വേണ്ടി. ടിക്കറ്റ് ഉണ്ടല്ലോ അല്ലേ? ഇരുന്നു. ഇതെന്നാടി കൊമ്പം ബസിന്റെ സൈഡ് മിററോ? എടുത്തു മാറ്റി നിന്റെ ഗിയറെല്ലാം കൂടെ വലിച്ചോണ്ട് ഞാൻ കൂടി നടക്കും. ഞാൻ കേട്ടോ, ഞാൻ എല്ലാവരും കുറച്ചവന്മാരുള്ള സിനിമ കാണാൻ വേണ്ടി വരാനെടുത്ത്. ഇവിടെ ബഹളം വെക്കരുത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബഹളം വെക്കരുത് ഇവിടെ. എന്റെ സുഹൃത്തെ, ഇത് തിയേറ്റർ നിർത്തിട്ട് ബഹളമൊക്കെ വേണം. എന്തിനു ബഹളം വെക്കുന്നത്? എന്റെ അളിയന്റെ സിനിമയല്ലേ ഇവിടെ ഓടുന്നത്? എഴുതി വെച്ചേക്കുന്ന എന്താന്ന്? വിദ്യാഭ്യാസം ഇല്ല, തന്നെ കളിയാക്കുന്നു. ഇത് സെക്യൂരിറ്റിയാണ്. ഞാൻ പറയുന്ന പോലെ ഇവിടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. എന്നതാണ് പ്രശ്നം? എന്നാ നിങ്ങളുടെ ടിക്കറ്റ് കാണിക്കും. ടിക്കറ്റ് എനിക്ക് കീറണം. കൊടുത്തേ. ഓരോരോ ലോക്കൽ കയറി വന്നോളും. ബാക്കി അതെന്നെ വൈകിട്ട് അടിക്കുന്ന ടിക്കറ്റ് ലോട്ടറി ടിക്കറ്റ് ആയിരുന്നു. ഞാൻ എന്ത് കിട്ടിയാലും ഞാൻ രണ്ടായിട്ട് വലിച്ചു കീറിയിരിക്കും. നേരമായിട്ട് ഒരു പുക സംഭവിക്കലെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഇരിക്കുക. അവിടെ കിടന്ന് ബഹളം ഒന്നും ഉണ്ടാക്കരുത്. അവരുടെ 3 സീറ്റ് അവിടെ ആണോ? ഒരാളെ ഇപ്പുറത്തോട്ട് കേട്ടോ. കേട്ടോ? ഹലോ, ആണോ? ഇറങ്ങിയോ? എന്റെ അളിയ ഇവിടെ എല്ലാം സെറ്റ് ആക്കി പോരും കേട്ടോ. അളിയൻ ഇങ്ങോട്ട് വരുന്നൊരു സൂപ്പർ സ്റ്റാർ അളിയൻ ഇങ്ങോട്ട് വരും. പിന്നെ ഒരു കാര്യം, അളിയൻ ഇങ്ങോട്ട് വന്ന് കേറുമ്പോ നമ്മളങ്ങോട്ട് ആരവായിരിക്കണം. അടിച്ചു പൊളിച്ചാൽ ഓക്കെ. അപ്പൊ നമ്മുടെ ബന്ധുക്കളെല്ലാം എത്തിയല്ലോ. വേറെ കേസ്, ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചെന്ന് കരുതി നിങ്ങൾ എന്റെ വീട്ടിൽ വരാതിരിക്കരുത്. ഞാൻ നിങ്ങളുടെ പഴയ സൂചേട്ടൻ തന്നെയാ. പിന്നെ എല്ലാം ക്ലിയർ എല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ആണല്ലോ, ഒരു കുഴപ്പമില്ല. അപ്പൊ ഈ പാലഭിഷേകത്തിന്റെ കാര്യം ഒരു 500 രൂപ വാങ്ങിച്ചായിരുന്നു. ഒരു മിനിറ്റ്, 500 രൂപയല്ലേ കൊടുത്താ? അപ്പൊ അളിയനൊരേ നിർബന്ധം, എന്റെ പാലഭിഷേകം ചെയ്യണം. അപ്പൊ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ചടങ്ങ് നടത്താം. എന്തൊരു നാട്ടം അളിയാ, ലോഷന്റെ മണം കക്കൂസിരുന്ന 500 ഞാനൊന്നും മറിച്ചായിരുന്നു. അപ്പൊ പിന്നെ ഞാനെടുത്ത് വെള്ള കളറിലുള്ള സാധനം ഒഴിച്ചാൽ പോരെന്ന് ഓർത്താ കക്കൂസ് ഇരുന്ന് ആ ലോഷൻ എടുത്തങ്ങ് ഒഴിച്ച്. ലോഷൻ ഒഴിച്ച് കഴിയുമ്പോൾ ഞാൻ കീടാണോ അളിയാ? എന്റെ അളിയാ, മറ്റുള്ള സൂപ്പർ സ്റ്റാറുകൾ ഇതുപോലെ പോസ്റ്റർ ഇരുന്നോണ്ട് ഈ പല്ലിയും പാറ്റായും തിന്നുമ്പം എന്റെ അളിയനെ ഒരു പട്ടി പോലും നക്കുവല്ല. അപ്പൊ ഓക്കെ, അളിയനൊരേ നിർബന്ധം.
ഈ ചെണ്ടമേളം ഒക്കെ അല്ലേ? ഈ ചെണ്ടയുടെ കേസ് ചെണ്ടക്ക് എത്ര രൂപ കൊടുത്തേ? 15,000. അപ്പൊ മട്ടന്നൂരായിരിക്കും. മടലൂരിയാണല്ലേ കൂട്ടുന്നത്, ചെണ്ട കമ്പനിയല്ലേ കൂട്ടുന്നത്. അതല്ല, ഈ മട്ടന്നൂരായിരിക്കും ചെണ്ടമേളം. അല്ലേ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതിനകത്തൊന്നും ചണ്ട ഒന്നും കൊട്ടാൻ പറ്റത്തില്ല. അല്ല, അഥവാ കൊട്ടുവാണെങ്കിൽ ശബ്ദം കേൾക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. ഈ പുള്ളിയാണ് ഈ പറഞ്ഞത്. ചണ്ട കൊട്ടാൻ പറ്റത്തില്ല. അതെ, ഞാനും ഒരു സൂപ്പർ സ്റ്റാർ ആണല്ലോ, അതുകൊണ്ട് സൗണ്ട് ഇല്ലാതെ കൊട്ടിക്കോളാം. അതൊക്കെ വെളിയിൽ, ഞാൻ പറഞ്ഞല്ലോ, വെളിയിൽ നിങ്ങൾ കൊട്ടിക്കൂ. ഇല്ലല്ല, ഒന്ന് ചെറുതായിട്ട് കൊട്ടേ ഉള്ളൂ. കാരണം കാരണം ഇതിനകത്ത് നടക്കത്തില്ല. അത് എന്റെ ഫാൻസ് അസോസിയേഷൻ ഇതാളിയാ 10,000 രൂപയ്ക്കുള്ള ചെണ്ട. ഇതിന്റെ പേരെ ചെണ്ട. ഇതിന്റെ പേര് അയലമൂളി എന്നാണ് എല്ലാരും മുന്നിന്ന് കൊട്ടാൻ വേണ്ടിട്ട്. അളിയന്റെ സംഭവം ഞങ്ങൾ ഇവിടുന്ന് കയറ്റി തന്നാ പോരെ അളിയാ. ഇനി പൈസയുടെ അത്യാവശ്യം ഉണ്ട്, ഞാൻ ഒന്ന് മറിച്ചെന്നുള്ളത് ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മളെ ബന്ധുക്കളെല്ലാം എത്തിയിട്ടാണ്. അല്ല, ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ ഇരിക്കാം, എന്നെ തൊടുന്നതിലൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ നിങ്ങളെ പഴയ സൂചിച്ചേട്ടൻ തന്നെ. വേറെ കാര്യം, ഞാൻ എല്ലാരും വിളിച്ച കൂട്ടത്തില് നമ്മുടെ വണ്ടാണത്തെ ചിറ്റയും കൂടെ ഞാൻ വിളിച്ചിട്ടുണ്ട്. എന്റെ ദൈവമേ, ആ തള്ളച്ചെ വിളിച്ചോ? അതിന്? ഞാനോ ആ തള്ളച്ചെ കൂടെ ഭയങ്കര ശത്രുതയാണ്, നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എന്റെ കൊച്ചൻ, നിങ്ങൾ ആ വർത്താനം നിങ്ങൾ പറയരുത്. അളിയന്റെ ഭാര്യ പറഞ്ഞു നിർത്തണം കേട്ടോ. നിങ്ങളുടെ കൊച്ചിന്റെ കൊച്ചിന്റെ ഈ 28 കെട്ടിന് ചിറ്റമ്മ അവിടുന്ന് വന്നിട്ട് കൊച്ചിന്റെ കയ്യിലോട്ട് ഒരു മോതിരം വിട്ടു വെച്ച് കൊടുത്തിട്ടാ പോയത്. ആ തള്ളയെ കുറിച്ച് നിങ്ങൾ പറയരുത്. ആണോ? 28-ന് വന്നേ ഒരു ചിരട്ട മോതിരം കൊച്ചിന്റെ കയ്യിൽ ഇട്ട് കൊടുത്തിട്ട് അരപ്പവന്റെ ബ്രേസ്ലെറ്റും കൊണ്ട് ആ തള്ളച്ചി ഇവിടുന്ന് മുങ്ങിയത്. എന്തുകൊണ്ടാ ഇങ്ങനെയുള്ള ഒരു പെണ്ണെ വെച്ചോണ്ട് ഇരിക്കുന്നത്? എടി, ഒന്ന് മിണ്ടാതിരി. ഞാൻ ഇന്നലെ ഓരോ സംസാരിക്കണമെന്ന് ആദ്യം പഠിക്കണം പെണ്ണുങ്ങൾ. ഇങ്ങനെയൊന്നും അല്ല സംസാരിക്കുന്നത്. ആരാണിത്? ആ തള്ള കയറ്റിവിട്. അയ്യോ എമ്മച്ചോ എവിടെ? മക്കളെ എന്റെ പടം വന്നു കേട്ടോ. എന്റെ മക്കളെ, എടാ സുധിയെ, എന്റെ പൊന്നുപോലെ അമ്മച്ചിയുടെ ഒരുപാട് നാളത്തെ പ്രാർത്ഥന ആയിരുന്നടാ. നീ ഇങ്ങനെ ജീവനോടെ ഭിത്തിയിൽ ഒട്ടിയിരിക്കുന്ന ആടാനായി. അതല്ലടാ നിന്റെ പടം ഒട്ടിച്ചു വെച്ചേക്കുന്നത്. സൂപ്പർ സ്റ്റാറാ. എടാ നിന്റെ പെട്ടെന്തിയടാ ആ കൊച്ചിനെ ഞാൻ അന്ന് 28-ന് വന്നിട്ട് ഞാൻ എന്റെ കുഞ്ഞടുത്തൊന്ന് സംസാരിക്കാൻ പറ്റിയില്ല. നീ ലേഡി പറഞ്ഞ പാവം അമ്മച്ചി തന്നെ. എവിടെ എന്റെ പോളെ ഞാനേ അന്ന് എനിക്ക് എന്തിയാടാ ഇത് തന്നെ സോറി പറ. തള്ളച്ചി മതിയാക്കിക്കോളൂ. എന്റെ കൊച്ചിന്റെ ബ്രേസ്ലെറ്റ് കൊണ്ട് പോയപ്പോഴും ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റിയാ. നീ സെക്യൂരിറ്റിയോ ടയറിട്ടോ എനിക്കറിയാണ്ടല്ലോ കുറ്റി അടിക്കാൻ മുളകം പറഞ്ഞിട്ടുണ്ട്. കഷായത്തിന്റെ മണം ഇവിടെ. ഇതൊന്ന് കഷായം മണക്കുന്നു. കൊട്ടൻ ചുക്കാർക്ക് ചിക്കൻ ഫ്രൈയുടെ മണം വരുമോ? ഇതിനകത്തൊന്ന് ഇറങ്ങിക്കേ. ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നോളൂ. ടിക്കറ്റ് നിങ്ങൾ ആരാണെന്ന് പറഞ്ഞത്? എനിക്കറിയാം, കല്യാണ വണ്ടി കയറി വന്നേന്ന്. അയ്യോ പോലാണ് ടിക്കറ്റ്. തോന്നിവാസം കാണിക്കുന്നോടെ പൈസ കൊടുത്തത് വലിച്ചു കീറാനായിട്ട്. അതെന്റെ ജോലിയാ, ഞാൻ കീറുന്നത്. അത് ശരി, സാധാരണ നശിപ്പിക്കുന്നമാർക്ക് ശമ്പളം കൊടുക്കുന്ന മുതലാളി ആദ്യമായിട്ട് കാണുക. ഈ കസേരയിൽ ഇരിക്കാൻ പറ്റത്തില്ല. ഇവന്റെ മുത്തച്ഛന്റെ കസേരയിൽ ഞാൻ ഇരിക്കത്തുള്ളു. അതിന് ഞാൻ ആളിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. കൊണ്ടുപോടാ പുള്ളേ കസേര. ആ ഇതിനകത്ത് ഞാൻ ഇരിക്കത്തുള്ളു. ഇവിടെ 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 മര്യാദക്ക് അല്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇതുപോലെ കസേര ഇവിടെ ഇടാൻ പറ്റത്തില്ല. അപ്പൊ ആക്കുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇതൊക്കെ എടുത്തോണ്ട് പോകാൻ പറ്റി. അനി ആവശ്യമില്ലാത്ത പണിയൊക്കെ കാണിക്കുന്നുണ്ട്. സാധാരണ കസേരയല്ല. പിന്നെ ഈ നിൽക്കുന്നവന്റെ മുത്തച്ഛനാ. ഇതറിയാമോ? കാര്യം ചത്തേന് ചേട്ടൻ ഞാൻ എവിടെ പോയാലും അവന്റെ മുത്തച്ഛനെ കൊണ്ട് കിടക്കും. എന്തായാലും അവന്റെ ചെറുമോന്റെ സിനിമ ഇല്ലയോ? അപ്പൊ ഈ മുത്തച്ഛനെ എനിക്ക് ഒരുമിച്ചിരുന്ന് കാണാമല്ലോ കേട്ടോ. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധാരണ കസേരയല്ല. ഇതവന്റെ മുത്തച്ഛനാ. മുത്തച്ഛൻ നിങ്ങൾ സിനിമ കാണുന്നുണ്ടോ? കാണാം. അത് കാരണം എന്റെ തന്നെ ഇരുന്ന് കാണണമെന്ന് എനിക്ക് നിർബന്ധം അവിടെ ഇവന്റെ മുത്തച്ഛൻ നല്ലൊരു നടനായിരുന്നു. പിന്നെ ഓടയിൽ നിന്ന് വരെ അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ട് കുളിപ്പിച്ചാണ് വീട്ടിൽ കയറ്റുന്നത്. ഏതാടാ ഈ നാറി? അയ്യോ അതല്ല, സത്യൻ മാഷിന്റെ ഓടയില്. ആ ഓടയിൽ പ്രഥമനാണോ ഒഴുകുന്നത്? എവിടെ ആയാലും കുളിച്ചിട്ടേ കയറാൻ പറ്റത്തുള്ളൂ. കാലൊക്കെ ഇങ്ങനെ ഇത് എന്നതാ വവ്വാല് ചത്ത് ഊട്ടി കിടക്കുന്നല്ലോ. എന്നതാ ഇപ്പൊ ഈ കാണിക്കുന്നത്? 10 പേര് കാണുന്നില്ല. നിങ്ങൾ നേരെ ഇരിക്കണം. പടം കാണാനേ. പടം തുടങ്ങാൻ പോവാ. പിന്നെ എന്റെ ബന്ധുക്കളൊക്കെ അറിയാൻ പടം തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. അങ്ങനെ ഉണ്ട് അളിയന്. അളിയനൊരേ നിർബന്ധം. അളിയാ
ഞാൻ വരുമ്പോ എറിയണം. അയ്യോ ഞങ്ങളോടൊക്കെ പ്ലാൻ ചെയ്ത് അളിയൻ വരുമ്പോ തല്ലാൻ വേണ്ടിട്ടായിരുന്നു. അതല്ല, ഞാൻ സ്ക്രീനിൽ വരുമ്പോ ഒന്ന് എറിഞ്ഞേക്കണം. അപ്പൊ എന്റെ നിർബന്ധമല്ല, അളിയൻ ഒരേ നിർബന്ധം. അതുകൊണ്ടാണ് എല്ലാവർക്കും ഒന്ന് കൊടുത്താലേ. അതുപോലെ തിന്നാനുള്ള അല്ല, ഞാൻ വരുമ്പോ എറിയണം. എല്ലാവരും ഒന്ന് പാസ് ചെയ്തേ. വായിലോട്ട് കയറ്റി വെച്ചു. ഞാൻ വിചാരിച്ച അവില് കൂത്ത് തന്നെ. ഒരു അമിട്ട് എടുത്ത് കൊടുക്ക് പൊട്ടാട്ട്. എന്നെ കാണിക്കുമ്പോ എറിഞ്ഞോണേ. എന്നെ കാണിക്കുമ്പോ കേട്ടാ ഉഗ്ര സീനാണ്. ഡീറ്റെയിൽസ് വെണ്ടക്കാശ് എടുത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇല്ല ശരിയല്ലേ? എടോ ഇതിനകത്ത് ഇരുന്നിട്ട് പുഴുങ്ങോ മനുഷ്യൻ. നിങ്ങൾ ഇച്ചിരി ഡീറ്റെയിൽസ് ഇടുന്നല്ല തണുക്കുള്ളൂ. എന്റെ അണ്ണ അത് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ AC ആണെന്ന് നിങ്ങൾ നാണം കെടുത്തി. ഇടാണോ ഇടാ, നീ സമാനപ്പെട്ടു. ഓരോരുത്തർ മാറണങ്ങളുണ്ട്. അതാ പിന്നെ ഇത് വന്നിട്ട് കിട്ടിയായിരുന്നോ? ഇപ്പഴാ തണുപ്പ് തുടങ്ങിയത്. ആരാ ഞങ്ങളുടെ വെല്ലുമിച്ച തോണ്ടുന്നേ? തോണ്ടിയാലല്ല തണുക്കുന്നെന്ന് പറഞ്ഞതാ. അത് ശരി. പൈസ കൊടുത്തിട്ട് മഞ്ഞത്തോണ്ട് ഇരുത്തിയേക്കാ വൃത്തിയേട്ടോ മഴ. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. തീർത്തിക്കാൻ പറ്റത്തില്ലെന്ന് എടാ കിണുങ്ങുന്നല്ലേ പറഞ്ഞ എനിക്ക്. നിങ്ങളെന്നാ വെളിയിൽ കൊണ്ടുപോയി തീർത്ത്. ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും പ്ലീസ്. ഞാനൊരു സൂപ്പർ സ്റ്റാർ ആയി പോയില്ലേ. ഞാൻ സിനിമ ആദ്യം തൊട്ട് ഒന്നും കൂടി ഇടുവാ. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ആദ്യത്തെ ചുമ അളിയെ കയറ്റി വെച്ചതാ. സൂപ്പർ. ആര് ചമച്ച്? അളിയല്ലേ ഇപ്പൊ ചുമച്ചത്? അത് വേറെ ഏതോ ഒരു എലുമ്പ, ഞാനൊന്നുമല്ല. ഞാൻ വന്നില്ല, അത് പരസ്യമാണെന്ന്. പരസ്യമാണ് എല്ലാരും. സെക്കൻഡ് ഹീറോ ഉഗ്രസീനാണ്. നീ റാഗ് ചെയ്തോ? പെൺപിള്ളേരെ ബ്ലൗസിന്റെ ഉള്ളിൽ കൈയിട്ടുള്ളടാ. എന്റെ കാലല്ലായിരുന്നു. നീ എന്നടേ കാണിക്കുന്ന തല എല്ലാ പ്രശ്നവും ഞാൻ ശരിയാക്കി തരാം. ആരാടാ താറാവിനെ കഴുത്തെ പിടിച്ചോണ്ട് പോയ? അവിടെ ഞാൻ മുടിയനെ പിടിച്ച് വലിച്ചോണ്ട് പോയി. ഞാൻ ഇപ്പൊ വന്നിട്ട് പോയി. നിങ്ങൾ അവരെ മുടി നോക്കിയിട്ട് ഞാൻ വന്നിട്ട് ഗംഭീര അഭിനയം കാഴ്ച വെച്ചിട്ട് പോയി. മറ്റേ ബിവറേജിലെ അളിയൻ കാണാത്തോണ്ടാണ്. നീ കണ്ടില്ലേടി? അയ്യോ ഞാൻ കണ്ടില്ല ഏട്ടാ. നീ കണ്ടില്ലേ? നീ കണ്ടില്ലേടി? ഞാൻ കണ്ടില്ലേടാ. എവിടെ ഇരുന്നത്? ഞങ്ങളെ കണ്ടില്ല. ബിവറേജിന്റെ സീനിൽ കണ്ടില്ലേ? ആ ബിവറേജിന്റെ ഫ്രണ്ടിൽ ഒരു റെഡ് കളർ ഷർട്ട് ഇട്ട ചെറുക്കനാണ്. അതിന്റെ പുറകിൽ ഒരു പുള്ളി ഷർട്ട് ഇട്ട ഒരു ചെറുക്കൻ നിന്നില്ലേ? നാത്തും കണ്ടില്ലായിരുന്നു. അയ്യോ ആ ചേട്ടന്റെ മൂക്കിൽ ഒരു അരിമ്പാറ ഉണ്ടായിരുന്നു. അരിമ്പാറ ശ്രദ്ധിച്ച് എന്നെ കണ്ടില്ലേ? അമ്മച്ചി കണ്ടില്ലേ? അമ്മച്ചി ഏതായിരുന്നടാ നീ? സെക്കൻഡ് ഹീറോ ആയിട്ട് ആ നടന്റെ ബാക്കിൽ നിന്ന മണിയനീ ചേട്ടാന്നാ പോയ? ഞാൻ കണ്ടില്ല, പറഞ്ഞങ്ങ് പോയതല്ലേ. അത് ശരി. എനിക്ക് അളിയെ കറി തളയ്ക്കുന്നോണ്ട് ഞാൻ ചോദിക്കുക, ഈ ഒരു സീനിലെ അളിയനുള്ളോ? അല്ല, ഇനി ഒരു സീനും കൂടെ ഉണ്ട്. കഥ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലല്ലോ. ഈ സമ്മറിൽ ബെത്ലഹേമിൽ ലാലേട്ട 2 മിനിറ്റ് ഒന്ന് കൈയടി. കച്ചവടത്തിന്റെ കാശ് 2 തുരപ്പങ്കലിൽ 2 കച്ചവടക്കാരാ ഞാൻ റെഡി ആയിക്കോളാം. അപ്പൊ ശനി ഞായറും നമുക്ക് നടത്താല്ലേ? എന്താ അമ്മച്ചി ഓക്കെയാണോ? വലു പിടിച്ച തള്ളൊക്കെ വിളിച്ചോണ്ട് തീരാറോ? എന്നിട്ട്
മറിക്കാം മറിക്കാം ചേച്ചി അതിന് മറിക്കാം എവിടെ അളിയാ അളിയൻ വന്നോ അളിയപ്പോ ഞാൻ ഇപ്പൊ വന്നിട്ട് പോയുള്ളൂ. അളിയൻ വന്നിട്ട് പോയോ മറ്റേ ശവപ്പെട്ടിയില് സൈഡിൽ കൂടെ അങ്ങ് പോയി മരണ വീട്ടിൽ. അളിയാ നീ അളിയനുണ്ടെന്ന് പറഞ്ഞോണ്ടല്ലേ അളിയാ ഞങ്ങൾ എല്ലാവരും വിളിച്ചോണ്ട് വന്നു എത്ര നേരം ഞങ്ങൾ ചോദിച്ചോണ്ട് അല്ല ഞാൻ 2 സീനിലല്ലേ ഉണ്ടായിരുന്നു. 2 സീനിൽ നാളെ സിനിമ തീരെ അതാണ് ഇതിനൊക്കെ എടുത്തോണ്ട് അറിയുന്നു സിനിമ കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ എന്താ അളിയാ ഇങ്ങോട്ട് അറിയില്ല അളിയാ ചില പേർക്ക് ഞാൻ സമാധാനം പറയണ്ട. അല്ല നിങ്ങൾ ആ സീൻ വരുമ്പോ നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് പോയി എന്താണ് ഒരു കാര്യം ചെയ്യും ചൂടാവണ്ട. ആ സീൻ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്തിട്ട് പിന്നെ നീ ഇവിടെ CD പ്ലെയർ വാടകയ്ക്ക് മേടിച്ച് വെച്ചേക്കല്ലേ നീ പറയുമ്പോ ഉണ്ടാക്കാനായിട്ട്. ഒരു കാര്യം ചെയ്യും നാളത്തേക്ക് ഒരു ടിക്കറ്റ് എല്ലാവരും പറഞ്ഞേ. നാളെ ഒരു ടിക്കറ്റാ. നാളെ ഇല്ല നാളെ ഹൗസ്ഫുള്ളാ. എങ്ങനെ ഉഗ്രം പടായിരുന്നു. നാളെ ഹൗസ്ഫുള്ള് വൈകിട്ട് ടിക്കറ്റ് എടുത്ത് വെച്ചിട്ട് വൈകിട്ടാ എടാ നിന്റെ സിനിമ ഈ ഷോയോടുകൂടി നിന്നു. നാളെ തൊട്ട് മോഹൻലാലിന്റെ ലാലേട്ടന്റെ സിനിമയാണ് ഓടുന്നത്. അതാണ് ശരി. അപ്പൊ നിന്റെ ഈ പേട്ട് സിനിമയ്ക്കകത്ത് നിന്റെ ഒരു മുഖം പോലും ഇല്ല. എന്നിട്ട് ഞങ്ങൾ ഈ നാട്ടുകാരെല്ലാം വിളിച്ചു വരുത്തി വെച്ച് നീ ഞങ്ങളെ കളിയാക്കുവായിരുന്നല്ലോ. അല്ല 2 സീൻ ഉണ്ടായിരുന്നു. ആരെ 2 സീൻ ഉണ്ടായിരുന്നു? 2 സീൻ ഉണ്ടായിരുന്നു. അമ്മച്ചി കണ്ടില്ലേ അമ്മച്ചി? ഇങ്ങനെയാണ് KL-31 64 ഒരു വാൻ ടെമ്പോ വാൻ അവിടെ കിടക്കുന്നത്. ഞങ്ങൾ വന്നോ ഈ പുള്ളിയെ കൊണ്ട് ഒരു സ്ഥലം വരെ പോകേണ്ടി വരും. എവിടെ നീ വന്നേ. അതിന്റെ പേരെന്താന്ന് പറഞ്ഞ? എന്റെ പേര് സുധി. സുധിയുടെ ഫോട്ടോയും വാർത്തയും നാളെ പത്രത്തിൽ വാരും. 2 സീനുണ്ടെങ്കിൽ കണ്ടന്റ് ഉണ്ടായിരുന്നു. അതിന്റെ ഇതാണ് വാർത്ത പറഞ്ഞല്ലേ? പത്രത്തിൽ എന്താ വാർത്ത എന്താന്നോ? നിന്നെ വെച്ച് പടം പിടിച്ച നിന്റെ പ്രൊഡ്യൂസർ ഉണ്ടല്ലോ നിന്റെ പേര് എഴുതി വെച്ചിട്ട് നിന്റെ വീട്ടിൽ കയറി തൂങ്ങിയെന്ന്. അതാണ് പത്രത്തിൽ നിന്ന് വാർത്ത. എന്റെ സിനിമയിലെ സീൻ കാണാത്ത എന്റെ ബന്ധുക്കൾ അറിയാൻ വേണ്ടി ഒരു കാര്യം പറയണേ. നാളെ പത്രത്തിലെ ഫോട്ടോ എങ്കിലും ഒന്ന് നോക്കണേ.